ഹലോ, അമ്മാമ ഈ ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പോണേണ്. അപ്പൊ അത് എങ്ങനെയാണ് വേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ പറയാം. 2 മധുരക്കിഴങ്ങ് ഞാനിവിടെ ചീകിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയുണ്ട്, കുറച്ച് അരിപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഈ മധുരക്കിഴങ്ങ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. മധുരക്കിഴങ്ങ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെയാണ് പുട്ടുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് അരിപ്പൊടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഈ നനവ് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ഞാൻ അരിപ്പൊടി ചേർക്കണേ കേട്ടോ. കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇത്തിരി തേങ്ങയും കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പുട്ടിന്റെ കണയിലേക്ക് ഇട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇത് മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇതെന്താണെന്ന് അറിയാൻ പറ്റൂല, എന്താണ് ഈ കഴിക്കണേന്ന്. അപ്പൊ അത് കാരണം പിള്ളേരാണെങ്കിലും കഴിച്ചോളും. ഇടക്ക് തീരേക്ക് ഇട്ടെടുക്കാം. മറ്റേ സാധാ കപ്പ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടാ. പിഴിഞ്ഞൂറ്റി കളയണവരൊക്കെ ഉണ്ട്, അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് അതിന്റെ വെള്ളം കറക്റ്റ് ചെയ്യാം. അപ്പൊ മധുരക്കിഴങ്ങിന്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, മറ്റേ സാധാ പുട്ടിന്റെ പോലെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.